എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന റെസിപ്പി വളരെയേറെ പുതുമയുള്ള ഒരു കിടിലൻ ലസ്സിയാണ്. പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന ഈ ലസ്സി മാങ്ങാ സീസൺ അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല രുചിയാണ്. അതുപോലെ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റാവുന്ന നല്ലൊരു ലസ്സിയുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. പച്ചമാങ്ങ ലസ്സി ഉണ്ടാക്കാനായിട്ട് തീരെ പുളിപ്പില്ലാത്തൊരു മാങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തോലൊക്കെ നീക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. തുടക്കത്തിലെ തന്നെ എല്ലാവരോടും സ്നേഹപൂർവ്വം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ലസ്സി തയ്യാറാക്കാനുള്ള മാങ്ങ അധികം മൂക്കാത്തതായിരിക്കണം. അതുപോലെ പുളിയില്ലാത്തതും വേണം തിരഞ്ഞെടുക്കേണ്ടത്. ഇതാ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്കായിട്ട് വലിയൊരു മിക്സർ ജാർ എടുക്കാം. മാങ്ങാ കഷ്ണങ്ങൾ ജാറിലേക്ക് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ 3 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് കൂടരുത്. ഇനി 2 പിടി മല്ലിയില നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില കുറച്ച് കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ചേർത്ത് കൊടുക്കുന്നത് തീരെ പുളിയില്ലാത്ത തൈരാണ്. ഞാൻ 2 കപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്ന അളവിലുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യം 1 കപ്പ് മാത്രം ചേർത്തിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് അടുത്ത കപ്പ് ചേർക്കുന്നത്. എന്നാലേ ഇത് നല്ലതുപോലെ അരഞ്ഞു കിട്ടുകയുള്ളൂ. ആദ്യത്തെ കപ്പ് തൈര് ചേർത്ത് കൊടുത്തു. ഇത് ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ ഇവിടെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി തൈരും ചേരുവകളുമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്കൂപ്പ് വാനിലയുടെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി വന്ന 1 കപ്പ് തൈരും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ കപ്പിലും 200 ഗ്രാം വീതമുള്ള ലസ്സി ഉണ്ടാക്കുന്ന തൈരാണ് ഇത്. ലസ്സി തയ്യാറാക്കാൻ വീട്ടിലുണ്ടാക്കുന്ന തൈരും ഉപയോഗിക്കാം. തീരെ പുളിയില്ലാത്ത തൈരായിരിക്കണമെന്ന് മാത്രം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതാ ഇവിടെ പച്ചമാങ്ങ ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യണം. ഇതിലേക്കായിട്ട് ഒരു ഗ്ലാസ് എടുത്ത് ലസ്സി ഒഴിച്ചു കൊടുക്കാം. ഇത് തയ്യാറാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം 1 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ നന്നായിരിക്കും. ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ കൂടുതൽ ചേർക്കാതിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ഐസ് മെൽറ്റ് ആകുമ്പോൾ ലസ്സിയുടെ കട്ടി കുറഞ്ഞ് നേർമയായിട്ട് പോവും. ലസ്സി ഗ്ലാസ്സിൽ പകർന്നതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മാതളമൊക്കെ ഇട്ട് കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും. കാണാനും നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ കിടിലൻ പച്ചമാങ്ങ ലസ്സി? വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ്. മാങ്ങ സീസണൊക്കെ കഴിയുന്നതിന് മുമ്പേ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ബാക്കി വന്ന ലസ്സിയും ഒരു മൺപോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കുടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടിക്കുന്ന സമയത്ത് അത് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യണം. പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.